രാജ്യത്ത് ഏതെങ്കിലും തരത്തിലുള്ള വികസനം ഈ കഴിഞ്ഞ 11 വർഷത്തിനുള്ളിൽ നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കുമായിരുന്നു? ഒരിക്കലുമില്ല. അപ്പോൾ അത്തരത്തിൽ സ്വയം നഗ്നത മറയ്ക്കാൻ വേണ്ടിയിട്ട് രണ്ട് മുന്നണികളും നടത്തുന്ന ഈ പെടാപ്പാട് വിട്ടുള്ള ആ ശ്രമത്തെ അതിൻ്റെതായ പുച്ഛത്തോടു കൂടിയാണ് ഭാരതീയ ജനതാ പാർട്ടി കാണുന്നത്. കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. തെരഞ്ഞെടുപ്പ് 5 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഒരു സംവിധാനമാണ്, ജനാധിപത്യത്തിൻ്റെ ഉത്സവമാണ്. ആ ജനാധിപത്യത്തിൻ്റെ ഉത്സവത്തിൽ നമുക്ക് സംവദിക്കാൻ അല്ലെങ്കിൽ നമുക്ക് ജനങ്ങളോട് പറയാൻ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയാണ് എങ്കിൽ ആ പാർട്ടി പറയേണ്ടത് കഴിഞ്ഞ 5 വർഷം ഞാൻ നടത്തിയിട്ടുള്ള വികസനം ഇന്നതാണ് എന്ന് പറഞ്ഞ് വോട്ട് ചോദിക്കാനുള്ള ധൈര്യം ആ പാർട്ടിക്ക് വേണം. പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയാണെങ്കിൽ ആ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഞാൻ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് സർക്കാരിൻ്റെ തെറ്റായ ചെയ്തികളെ, ഏതൊക്കെ ചെയ്തികളെ ഞാൻ തിരുത്തി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ നല്ല പ്രവർത്തനങ്ങൾ ഞാൻ അല്ലെങ്കിൽ ഞങ്ങളുടെ ടീം നിയമസഭയ്ക്കകത്ത് കാണിച്ചു കൊടുത്തു എന്ന് പറയാൻ വേണം. ഇത് രണ്ടും പറയാനില്ലാത്തവർക്ക് മറ്റുള്ളവരുടെ ചുമലിലേക്ക് കുറ്റങ്ങൾ ആരോപിക്കുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല. എപ്പോഴാണ് ഈ ഡീൽ വിവാദം തുടങ്ങുന്നതെന്ന് നിങ്ങളൊന്ന് പരിശോധിക്കണം. മാധ്യമപ്രവർത്തകരല്ലേ, കുറച്ചുകൂടി ഇൻവെസ്റ്റിഗേറ്റഡ് ജേർണലിസത്തിൻ്റെ ഭാഗമായി കുറച്ചുകൂടി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ പഠിക്കാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. ഇന്ന് VD സതീശൻ, ഞാൻ അദ്ദേഹത്തെ CPM സൈബർ ഇടങ്ങൾ വിളിക്കുന്ന ഒരു പേരും ചാർത്തി കൊടുക്കാൻ ഞാൻ തയ്യാറാവുന്നില്ല. പക്ഷേ അദ്ദേഹം ഈ വിവാദത്തിന് തിരികൊളുത്തുമ്പോൾ എന്തായിരുന്നു UDFിൻ്റെ അവസ്ഥ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് 100 സീറ്റ് കിട്ടിയില്ലെങ്കിൽ വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞിരുന്ന കോൺഫിഡൻസിൽ നിന്ന് എങ്ങനെയെങ്കിലും ഭരണത്തിലേക്ക് എത്താൻ ആരുടെ വീട്ടിൻ്റെ പിന്നാമ്പുറത്ത് പോയും പാത്രം കഴുകിക്കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന UDFിൻ്റെ നേതാവായ അവസ്ഥയിലേക്ക് ശ്രീ VD സതീശൻ മാറുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ഡീൽ വിവാദം എന്ന് പറയുന്ന ഒരു പുകമറയുമായി അദ്ദേഹം ഇറങ്ങുന്നത്. നിങ്ങൾ നോക്കൂ, 24 മണിക്കൂർ ഇലക്ഷൻ പ്രഖ്യാപിച്ച് 24 മണിക്കൂറിനകം സ്ഥാനാർത്ഥികളെ മുഴുവൻ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിടത്ത് നിന്ന് വലിയ വിവാദങ്ങളിലേക്കും പൊട്ടിത്തെറികളിലേക്കും അതിനും അപ്പുറത്ത് ഒരു നേതാവ് ഏതാണ്ട് ഒരു ദിവസം മുഴുവൻ കണ്ണൂരിലെ ഒറ്റക്കൊമ്പന്റെ മുന്നിൽ കേരളത്തിലെയും അതുപോലെ തന്നെ ഭാരതത്തിലെയും കോൺഗ്രസ് പാർട്ടി മുട്ടിൽ നിൽക്കുന്നതല്ലേ നമ്മൾ കണ്ടത്. അങ്ങനെ സ്വന്തം പാർട്ടിക്കകത്തുള്ള പൊട്ടിത്തെറിയും ജാള്യതയും അഭിപ്രായ വ്യത്യാസവും ഇനി ഒരിക്കലും തിരിച്ചു ഭരണത്തിലേക്ക് വരാൻ കഴിയില്ല എന്നുള്ള സാഹചര്യത്തെയും ആ സാഹചര്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ഒരു വിവാദം മാത്രമാണ്. അതായത് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഏതൊക്കെ സീറ്റിലാണോ പരാജയപ്പെടാൻ സാധ്യതയുള്ളത് ആ സീറ്റുകളിലൊക്കെ ജയിക്കാൻ സാധ്യതയുള്ള പാർട്ടിയുടെ ചുമലിലേക്ക് ഒരു ആരോപണം കെട്ടിവെക്കുകയും അതിന്റെ ഗുരുതരമായിട്ടുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് പിന്നാക്കം മാറുകയും ചെയ്യുന്ന ഒരു പ്രതിപക്ഷ നേതാവിന്റെ കോൺഫിഡൻസ് ഇല്ലായ്മയാണ് നിങ്ങൾ ഈ വിവാദം കോൺഫിഡൻസ് ഇല്ലായ്മയല്ല.